അപ്പോൾ ഞാൻ ഇങ്ങനെ ചാനലിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വീട്ടുകാരിങ്ങനെ പറയും, ഇങ്ങനെ നടന്നാൽ മതിയോ, കല്യാണമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ വീട്ടുകാർ നിർബന്ധപ്രകാരം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയ കഥയാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്, പെണ്ണ് കാണാൻ ആദ്യമായിട്ട് പോകാനുള്ളൂ. അപ്പോൾ എന്താ പറയേണ്ടതെന്നും അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നുമില്ല, എന്താ പേര്, എത്രയിലാണ് പഠിക്കണത്, ഈ രണ്ട് സംഭവമുള്ളൂ, ഇത് സിമ്പിളല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി കയറി ഇങ്ങനെ പോകുമ്പോൾ എന്താ പേര്, എത്രയിലാണ് പഠിക്കണത് ഇങ്ങനെ മനസ്സിൽ റേസിൽ അങ്ങനെ എത്തി. അങ്ങനെ എല്ലാവരും ഇരുന്നു, പെങ്ങന്മാരും ഞാനും സുഹൃത്തുക്കളും ഒക്കെ ഇരുന്നു. അപ്പോൾ പെൺകുട്ടി വെള്ളം കൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനാകെ എണീച്ചിട്ട് എത്രയിലാണ് പേര് ചോദിച്ചു. അപ്പോൾ അവൾ നാണിച്ചിട്ട് 10 വസീലാറിന് പോയി. അപ്പോൾ വീട്ടുകാർ പറഞ്ഞില്ല, സംസാരിച്ചു, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ സംസാരിച്ചു. ഉറപ്പായി ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ റൂമിലേക്ക് കയറി. അപ്പോൾ ഞാൻ കാര്യമായിട്ട് സംസാരിക്കൽ ഡോറും എല്ലാം ഇങ്ങനെ അടച്ച ഉടനെ അവള് ഭയങ്കര ചേറിൽ. അപ്പോൾ പിന്നെ എല്ലാവരും ഓടി വന്നു. സത്യമായിട്ടും വല്ലായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആരൊക്കെ നോക്കട്ടെ, ഞാൻ ഒന്നും ചെയ്തില്ല, തൊട്ടിട്ട് പോലില്ല. എന്താ സംഭവം ചോദിച്ചാൽ ഈ മജ്ജത്ത് വാതിലിൻ്റെ ഇടയിൽ എൻ്റെ കജ്ജ് കുടുങ്ങിയെന്ന്. വാതിലിൻ്റെ കൈ കുടുങ്ങിയെന്നല്ലേ ആ ഭാഷയെ പറഞ്ഞത്? അതെ അതെ അതെ, അത് എഴുതി കാണിക്കില്ലാത്തതുകൊണ്ടൊന്ന് കൃത്യമായിട്ട് പറയുന്നത് നല്ലതായിരുന്നു. ചില സാധനങ്ങൾ ഒരു വരി മാറിയ കഥ മുഴുവൻ മാറും. ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ഏതാണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥയൊക്കെ തന്നെയാണ് നാടകത്തിന്. അതായത് ആദ്യ സീൻ നാടകം തുടങ്ങി കാർട്ടൂൺ ഇട്ടപ്പം ഒരു വലിയ ജസ്റ്റിസ് പ്രതാപവർമ്മ മേനോൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വാദിക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച്, അന്യമതസ്ഥ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുമ്പം അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ അകത്തോട്ട് കയറ്റണം എന്ന് പറയുമ്പോൾ ഇല്ല, നീ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടിട്ട് ഇവനും ആ പെണ്ണും കൂടെ ജീവിതത്തിൽ വിജയം നേടി 2 മണിക്കൂറിൻ്റെ നാടകം തീരുമ്പോൾ അയാൾ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായിരുന്നു ഈ നാടകം. ഈ ജസ്റ്റിസ് ആയിട്ട് അഭിനയിക്കുന്ന പുള്ളി 2 അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്മോളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, വീട്ടിലോട്ട് കയറ്റണം എന്ന് പറഞ്ഞ പുള്ളി വാ എന്ന് പറഞ്ഞ് കയറ്റി നാടകം തീർന്നു പോയി. മൊത്തം 5 മിനിറ്റ് കൊണ്ട് നാടകം തീർന്നു പോയി. എന്നിട്ട് രണ്ടാമത് അനൗൺസ് ചെയ്തിട്ട് തുടങ്ങുക ഇത്. ചെറുപ്പം ഞാനൊരു പ്രേമിച്ചിരുന്നു, ആ ഒരു കഥ. സ്കൂളിൽ ഞാൻ കാരക്കാട് നാട്ടിൻപുറത്ത് സ്കൂളിൽ നിന്ന് 7 വരെ സ്കൂളുള്ളൂ. അങ്ങനെ 8ാം ക്ലാസ്സിലേക്ക് ഞാൻ പെരിന്തൽമണ്ണ സ്കൂളിലേക്ക് എന്നെ കൊണ്ടാക്കി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കലനോട് താല്പര്യം ഉണ്ടായിട്ട് മിമിക്രിയും പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഈ സ്കൂളിലെത്തിയപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അങ്ങനെ മിമിക്രിക്കും മാപ്പിളപ്പാട്ടിനും ഫസ്റ്റ് കിട്ടി. അങ്ങനെ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ സബ് ജില്ലയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ശ്രുതി പറഞ്ഞൊരു പെൺകുട്ടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ശ്രുതി കുച്ചിപ്പുടി ഭരതനാട്യം ഇതിലൊക്കെ ഫസ്റ്റ് ഉണ്ട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ജില്ലയിലേക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ പ്രാവശ്യം പോയില്ല, പിറ്റത്തെ വർഷം 9th സ്റ്റേറ്റ് വരെ ഞങ്ങൾ പോയി. അപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി, ചെറിയൊരു പ്രേമൊക്കെ ഉടലെടുത്ത്. അന്ന് ഫോണൊന്നുമില്ലല്ലോ, അപ്പോൾ ചെറിയ കത്തൊക്കെ കൈമാറി. അങ്ങനെ 10ാം ക്ലാസ്സിൽ നിന്ന് കത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ പിടിച്ച് ആകെ സീനായി. കുറച്ച് നേരം ഗ്യാപ്പിട്ടു. പിന്നെയും +1 +2 ഭയങ്കര പൊരിഞ്ഞ പ്രേമമായി. അങ്ങനെ ഡിഗ്രിക്ക് ഞങ്ങൾ പ്ലാൻ ഇട്ടു ഒരേ കോളേജിൽ ചേരാമെന്നൊക്കെ. എന്തോ ഒരു ഇത് കാരണം ഡിഗ്രിക്ക് ഒരിക്കലും ഞാൻ പഠിക്കുന്ന കോളേജിൽ അവൾ അച്ഛനാക്കിയില്ല. എന്തോ ഒരു കാരണമല്ല, നീയാണ് ആ കാരണം. അതെ, ഞങ്ങളുടെ പ്രേമമാണ് കാരണം. അപ്പോൾ ഇനി പ്രേമിച്ച് 2 മതത്തിൽ പെട്ടവരാണെങ്കിൽ എന്തെങ്കിലും വിഷയം എന്താ എന്നറിയില്ല. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും 2 കോളേജിലാണ് പഠിച്ച്. പിന്നെ അവളെ ഇതുവരെ കണ്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ ശ്രുതി ഹസൻ, ശ്രുതി നായർ, നമ്പ്യാർ പല പേരും സെർച്ച് ചെയ്തു, കണ്ടില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു, ഹായ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശ്രുതിയൊക്കെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംഭവം ഉള്ളെന്ന് അടിയിൽ നിന്ന് മേലെ കയറി ഞാൻ ഹായ് ആലോചിച്ചപ്പോൾ എന്നെ മനസ്സിലായോ, ഞാൻ പഴയ ശ്രുതിയാണ്, നമ്മൾ സ്കൂളിലും ഒക്കെ ഒപ്പം പഠിച്ച ശ്രുതിയാണ് പറഞ്ഞു. അപ്പോൾ എന്താ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് എന്നോട് വാട്സപ്പ് നമ്പറും ചോദിച്ചു. ഞാൻ ഒന്നും നോക്കില്ല, വാട്സപ്പ് നമ്പർ കൊടുത്തു. പിന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു, എന്താ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിൻ്റെ വിശേഷം എന്ന് വെച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികൾ, ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര കിളി പോയി, നമ്പറൊക്കെ കിട്ടിക്കല്ലേ. അങ്ങനെ ഭയങ്കര പരിചയമായിട്ട് എന്നോട് ഒരു ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നല്ല 1000 ഹെൽപ്പ് ചെയ്യുക, കാരണം നമ്മുടെ പഴയ കാമുകിനെ കണ്ടിട്ട് ആ ഒരു സന്തോഷത്തിൽ. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യുക പറഞ്ഞപ്പോൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു അതൊന്ന് ഓപ്പൺ ചെയ്ത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ.